ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. മോദി സർക്കാരിന്റെ ഏറ്റവും പുതിയ പ്ലാനാണ് ഇതെന്നാണ് കൂടുതൽ പേരും കരുതി വച്ചിരിക്കുന്നതല്ലേ. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റ് കേട്ടോ. ഇന്ത്യയിൽ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 1951 മുതൽ 67 വരെയുള്ള ആദ്യ 4 പൊതു തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഒരേ ദിവസമാണ് കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കും വോട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. കളി മാറിയത് 1968ലാണ്. പക്ഷേ 1968ലും 69ലും ചില സംസ്ഥാന സർക്കാരുകൾ കാലാവധി തികയ്ക്കാതെ വീണുപോയി. ലോക്സഭയും പിരിച്ചുവിട്ടു. ഇതോടെ തെരഞ്ഞെടുപ്പ് സൈക്കിൾ പൂർണ്ണമായും തെറ്റുകയും ചെയ്തു. പിന്നീട് ഓരോ വർഷവും രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ഇലക്ഷൻ എന്ന ഒരു അവസ്ഥ വന്നു. ഇടയ്ക്കിടെ വരുന്ന ഇലക്ഷൻ കാരണം വികസന പദ്ധതികൾ തടയുന്ന പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നിലവിൽ വരാറുണ്ട്. കൂടാതെ രാജ്യത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപ ഇതുവഴി നഷ്ടവുമുണ്ട്. എല്ലാം ഒരുമിച്ച് നടത്തിയാൽ ഈ പണവും സമയവും എല്ലാം നമുക്ക് ലാഭിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ പ്രതിസന്ധിയൊക്കെ കിടക്കുന്നത് അവിടെ ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനായി ഭരണഘടനയിലെ 5ലധികം ആർട്ടിക്കിളുകൾ നമ്മൾ തിരുത്തേണ്ടതായിട്ട് വരും. പകുതിയിലധികം സംസ്ഥാനങ്ങൾ ഇതിന് സമ്മതിക്കുകയും വേണം. ഇനി ഭാവിയിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ഇടയ്ക്ക് വെച്ചൊന്ന് വീണു പോയാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം. അവിടെ വീണ്ടും ഇലക്ഷൻ നടത്തി ബാക്കിയുള്ള കുറഞ്ഞ കാലത്തേക്ക് മാത്രം ഭരിക്കാൻ അനുവദിക്കുന്നത് പ്രായോഗികമാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കേന്ദ്രീകൃത ഭരണം വരുന്നത് പ്രാദേശിക വിഷയങ്ങളെയും പ്രാദേശിക പാർട്ടികളെയും ഇല്ലാതാക്കുമോ എന്നൊരു ഭയം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വലിയ മാറ്റത്തിന് ഇന്ത്യ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. മോദി സർക്കാരിന്റെ ഏറ്റവും പുതിയ പ്ലാനാണ് ഇതെന്നാണ് കൂടുതൽ പേരും കരുതി വച്ചിരിക്കുന്നതല്ലേ. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റ് കേട്ടോ. ഇന്ത്യയിൽ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 1951 മുതൽ 67 വരെയുള്ള ആദ്യ 4 പൊതു തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഒരേ ദിവസമാണ് കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കും വോട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കണം. കളി മാറിയത് 1968ലാണ്. പക്ഷേ 1968ലും 69ലും ചില സംസ്ഥാന സർക്കാരുകൾ കാലാവധി തികയ്ക്കാതെ വീണുപോയി. ലോക്സഭയും പിരിച്ചുവിട്ടു. ഇതോടെ തെരഞ്ഞെടുപ്പ് സൈക്കിൾ പൂർണ്ണമായും തെറ്റുകയും ചെയ്തു. പിന്നീട് ഓരോ വർഷവും രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ഇലക്ഷൻ എന്ന ഒരു അവസ്ഥ വന്നു. ഇടയ്ക്കിടെ വരുന്ന ഇലക്ഷൻ കാരണം വികസന പദ്ധതികൾ തടയുന്ന പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നിലവിൽ വരാറുണ്ട്. കൂടാതെ രാജ്യത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപ ഇതുവഴി നഷ്ടവുമുണ്ട്. എല്ലാം ഒരുമിച്ച് നടത്തിയാൽ ഈ പണവും സമയവും എല്ലാം നമുക്ക് ലാഭിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ പ്രതിസന്ധിയൊക്കെ കിടക്കുന്നത് അവിടെ ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനായി ഭരണഘടനയിലെ 5ലധികം